ഹലോ, അപ്പോൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 7:30 ആണ് ആൻഡമാൻസിൽ. നമ്മൾ ലൈറ്റ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മണി 10 മണിയെ പോലെ സൺലൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇവിടെ 4 മണിയാകുമ്പോഴേക്കും ഡേ ടൈം സ്റ്റാർട്ട് ചെയ്യും, സൺറൈസ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എലിഫൻറ്റ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അത് ട്രെക്കിംഗ് ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലമാണ്. ട്രെക്കിംഗ് അല്ലാണ്ടും പോകാൻ പറ്റും, പക്ഷേ നമുക്ക് ട്രെക്കിംഗ് തന്നെ ഓപ്റ്റ് ചെയ്തുകൊണ്ട് അത് ട്രെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഡൈവിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, ആൽവിൻ ആൻഡ് ഷജാങ്. അപ്പോൾ നമ്മളിന്ന് തകർക്കാനുള്ള പ്ലാനാണ്. അവിടെ ടേർട്ടിൽ ബീച്ച് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്കൊന്ന് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബസ് കാത്ത് നിന്നപ്പോൾ ഫസ്റ്റ് ബസ് പോയി. അപ്പോൾ രണ്ടാമത്തെ ബസ്സിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കടകളൊന്നും തുറന്നിട്ടില്ല. ഞങ്ങളൊരു ജ്യൂസ് വാങ്ങിച്ചു, കേക്ക് വാങ്ങിച്ചു. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിന് വാങ്ങിച്ചത്. അവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി നമ്മൾ ട്രെക്കിങ്ങിന് പോവാണ്. അടുത്ത് ബസ് പിടിച്ച് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ബസ് കിട്ടുന്ന വിചാരിക്കും. ബസ് കിട്ടണം, അതാണ്. എന്നാലാണ് അതിൻ്റെ ഒരു രസമുള്ളൂ. പോവാം. അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി എലിഫന്റ് ബീച്ചിലേക്ക് പോകണം. സോറി, അപ്പം നമുക്ക് ബില്ല് കിട്ടി. നമ്മുടെ ടിക്കറ്റ് എടുത്തു. 54 രൂപയാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മുടെ ബസ് സ്റ്റോപ്പായി ഇറങ്ങാം. ഒരു കാര്യം നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തി. ട്രെക്കിംഗ് എന്നിട്ടാ ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് ഉള്ളിൽ കിടക്കാൻ. ഒരു ഷോപ്പൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങൾ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. ട്രെക്ക് ഓഫ് റോഡാണ്. വഴിക്ക് വീടാനൊക്കെ ചാൻസുകളുണ്ട്. ചാൻസ് മാത്രമല്ല, വഴിക്ക് വീഴുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തുടക്കാം. എത്ര നമ്മൾ ശ്രദ്ധിക്കണം അത്രയും ബെറ്റർ. ചേച്ചിമാരൊക്കെ അങ്ങോട്ട് തന്നെ പോകണം, ട്രെക്കിങ് ചെയ്തിട്ട് പോകണതാണ്. അപ്പോൾ നമുക്കൊന്നും വഴി തെറ്റൊന്നുമില്ല. വഴികളാണ് നമുക്ക് എലിഫന്റ് ബീച്ച് ട്രെക്കിങ്ങിന് പോവാനുള്ളത്. കണ്ടില്ലേ ചെളികൾ? യെസ്, ടെൻഷൻ വേണ്ട, അപ്പോൾ അതൊക്കെ മതി. ഒരു പേടിയില്ല. വീടാലും അവിടെ തന്നെ ഉണ്ടാവും, ഒന്നും പറ്റില്ലാന്ന്. അതെ, വലത് വെച്ച് ഇടത് മാറി, ഇടത് വെച്ച് വലത് മാറി, അത്രേ ഉള്ളൂ. അത്ര ചിന്തിക്കാനുള്ളൂ. ഒന്ന് നീ കടന്നെത്തിയില്ലേ? ഞങ്ങൾക്ക് എത്ര അവിടേക്ക്. ഇത് ക്രോക്സ് പണി തരും. അല്ല, ഒരു മിനിറ്റ്, ഇത് ക്രോക്സ് പണി തരും ഇവിടെ. ഞാൻ അതിൽ കൂടെ കിടക്കാം. നോട്ടെ, ഞാൻ ഇത് നോക്കിയിട്ട് പറയാട്ടോ. ഒരു മിനിറ്റ്, നോക്കട്ടെ. എനിക്ക് ഉറപ്പില്ല. ചെളി താഴുന്നുള്ളൊരു ഉറപ്പായി. താഴും.
എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഏതി കൂടെ വന്നാലും സെയിം ആണെന്ന് മനസ്സിലായി. രണ്ടും കണക്ക് തന്നെ. കണ്ടില്ലേ കാലുകളൊക്കെ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനിയിപ്പോൾ എന്തുട്ടായാലും ഇത് വെച്ചിട്ടാണ് ആ എല്ലാം കണക്ക് തന്നെ. അപ്പം അങ്ങനെ ഇനി ഇതുമ്പോൾ പിടിച്ചിട്ട് അതെ എന്തായാലും അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ വരാൻ നിർബന്ധമില്ല. പൂവാള വഴി പോയാൽ മതിയല്ലോ. ആൽവിൻ നീ ചെയ്താട്ടാ ബുദ്ധി. How you okay also? Yes. നല്ല സേമിയ പായസം അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ക്രോക്സിന്റെ എഫക്റ്റും കൂടി ഫൈൻ. നമ്മൾ തളരില്ല. ഇതൊന്നും കണ്ടിട്ട് തളർന്നല്ല. ഇതിനേക്കാളൊക്കെ ചാട്ടം കൂടുതൽ ചാടിയുള്ളതാണ് ഈ കേക്ക് ജ്യൂസാ. എടുക്കാം മൊബൈലിന് എടുക്കും. രണ്ട് കയ്യിലും ബാലൻസ് ചെയ്യാൻ നടന്നു. ആ ബാഗുമ്പോ കുറച്ച് ചെളിയുണ്ട് കേട്ടാ ബാഗില്. അല്ല രണ്ടാമത്തെ ബാഗിൽ. ആ ബാഗല്ല നടന്നു. അയ്യോ ഇപ്പുറത്ത് കൂടെ വഴി ഉണ്ടായിരുന്നല്ലോ. നോക്കിയേ ഇത് വലിയ കുഴപ്പമില്ല. ആ അല്ല കണക്കൊക്കെ തന്നെ. എന്നാലും എനിക്ക് തോന്നാൻ മറ്റേ അതിനെക്കാട്ടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇവിടെ എത്തിട്ടാ. എന്താ മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ആൾക്കാർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചെത്തും. ഹലോ ഗൈസ്, ക്യാമറ മുകളിൽ പോയിന് കുറപ്പിച്ചോ ഞാൻ വീണു. നല്ല വഴി. ആ ഇതൊക്കെ എന്നെ കണ്ടറിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നടന്നു പോകണം. ഉണ്ടോ നമ്മൾ അയ്യേ എൻ്റെ മേത്ത് ചെളിയാവാത്ത ഭാഗമില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പത്. ഓക്കെ എന്തായാലും കടന്നോട്. ധൈര്യം കടന്നോ. ഒന്നും ആലോചിക്കല്ലേ. ഗൈഡൊന്നും നമുക്ക് ആവശ്യമില്ല. എന്ത് ഗൈഡ് മറ്റേ ഇതിൽ വേണമല്ലേ മറ്റേ മമ്മൂട്ടി പറഞ്ഞ പോലെ പൂരങ്ങളുടെ അതാണിത്. വീഴുമ്പോൾ പറയണം കേട്ടോ, ക്യാമറയിൽ പെടുത്താൻ വേണ്ടിയിട്ടേ. അടിപൊളി കാട്. ഇനി ഇവിടെ വല്ല പുലിയും കൂടിയൊക്കെ വേണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ. ഒരു പുല്ല് വന്നിരുന്നെങ്കിൽ അത് നമ്മളെ കടിച്ച് തിന്ന് തന്നെ തീർക്കും. ഇത്ര തന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് പോരെ. നല്ല കേക്ക് പോലത്തെ സാധനം. ഓ ഹൈ 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 ഏയ് പതുക്കെ. ഏയ് ശ്വേതാങ്ക ഒരു കാര്യം ചെയ്ത് ഇതേപോലെ പിടിച്ചോ. ബെസ്റ്റ് അതാ. ആ ചെരുപ്പിൻ്റെ ഉള്ളിൽ ഇരുന്ന് കൊഴുക്കണം. അതെ ഇതൊന്നും എന്നെക്കാട്ടൊക്കെ വെയില് ചാടിക്കട. പക്ഷേ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായിട്ടാ, എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ 4 കാലിൽ നടക്കണെന്നുള്ളത്. കാരണം നേരെ നടക്കാൻ പറ്റില്ല. ഈ അവസ്ഥയാണ് അവസ്ഥ. അവര് ഈ ചെളികളിൽ കൂടെ അല്ലേ നടന്നു പോണേ. അല്ലാണ്ട് അവര് നേരെ നിൽക്കണ്ടെന്ന് കേട്ടിട്ടൊന്നല്ല. ആഹാ അങ്ങനെ നമ്മൾ പകുതിയിൽ കൂടുതൽ ട്രെക്കിങ് കവർ ചെയ്തിരിക്കുകയാണ്. 1.7 കിലോമീറ്റർ ആണ് ഈ ഫോറസ്റ്റ് ഇവിടെ വരാനുള്ളൂ. ഇവിടെ ചെളിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് 30 മിനിറ്റ്സിൽ കവർ ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു ചിലപ്പോൾ ഒരു 45 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 hour എടുത്തേക്കാം. ചെളി ആസ്വദിക്കുന്നവരാണ്. അതെ ചെളി ആസ്വദിക്കുന്നവരാണ് വെൽക്കം ടു ആൻഡമാൻസ് ഇയർ ഹാവ്ലോക്ക് എലിഫന്റ് ട്രെക്കിംഗ്.
നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇവിടേക്ക് ഈ ബ്ലൂ കാണുന്നതാണ് നമ്മൾ അവിടേക്ക് എത്തണം. അത്രയും കൂടെ ഉള്ളൂ. അവിടെ നമുക്കൊരു അരുവിയുടെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് നോക്കാം. ചേട്ടന്മാരൊക്കെ അതിവിടെ ട്രെക്കിങ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിവിടെ ഒരു നീരുറവ കണ്ട്, അരുവി. ഇപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്യാം, ഇവിടെ ഇരിക്കാനും പറ്റും. അപ്പം അങ്ങനെ വിചാരിച്ച് വന്നാണ്. വേണ്ട അമ്മ, നമുക്ക് ഇതും പിടിച്ചു പോയാലോ? ഇത് ശരിക്കും ആഹാ എന്താ രസം. അങ്ങനെ നമ്മൾ ഈ അരുവിയിലൂടെ വരുന്ന വെള്ളത്തിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് കഴുകി, ചെരുപ്പൊക്കെ ഒന്ന് പറ്റാവുന്ന രീതിയിൽ കഴുകി, എന്നിട്ട് അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇനിയും ചെടിയിലേക്ക് തന്നെ പോകുന്നത്, എന്നാലും ഒരു മനസ്സമാധാനം. അങ്ങനെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തെ അവസ്ഥയാണ് ഇതേട്ടാ. ആ ഇവിടെ ഉണ്ട് നത്തിങ് ടു വറി. അറിയാണ്ട് ഈ മുള്ളുമലൊന്ന് പിടിച്ചേനെ. ആൽവിൻ്റെ കൈ തൊട്ടടുത്തേക്ക് എത്തി. അതെ ഇല്ല താഴ്ച ആയിട്ടില്ല, കുഴിക്കണം, ഇഞ്ഞും കുഴിക്കണം അവിടെ. ഇപ്പോൾ മുള്ളുമ പിടിച്ചില്ല ഭാഗത്തിന്, അപ്പോഴേക്ക് ആൽവിനത് കണ്ടു. ആ ഓൾമോസ്റ്റ് നമ്മുടെ ട്രെക്കിങ് കഴിഞ്ഞിട്ട് നമ്മളെത്തി. നമ്മൾ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 1 hour അല്ലേ? 1 hour. 1 hourൽ നമ്മൾ ബീച്ചിൻ്റെ അവിടേക്ക് എത്തി. യെസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇതാണ് എലിഫന്റ് ബീച്ച്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞണ്ടുകൾ പോണണ്ട, ചോട്ടൻ ഞണ്ടുകൾ. ചെളിയിലൊക്കെ പോണ്ടിരിക്കുന്ന ഞണ്ടുകൾ. കടലിൻ്റെ അവിടേക്ക് എത്തി ഓൾറെഡി. ഇതിൽ കൂടെ ആയിരിക്കുമല്ലോ, നേരെ പോയിട്ട് റൈറ്റ് എടുക്കാൻ പറ്റില്ല. ആ എന്നാൽ ഇതിൽ കൂടെ പോവാം, ഇതിൽ കൂടെ കിടക്കാം. ഇത് കണ്ടല്ലോ, കാടുകൾ വെട്ടി മൊത്തം. അല്ല ഇത് വെട്ടിയുള്ളതല്ല കേട്ടാ, ഇത് വേരാ. അങ്ങനെ നമ്മൾ അല്ലല്ല അതാ ബെസ്റ്റ്. ഇത് അതെ. ഫ്ലൈയിങ് ഫിഷ് കൊണ്ട്, ഫ്ലൈയിങ് ഫിഷ് അല്ലല്ല ഞാൻ ഓക്കെ കുഴപ്പമില്ല. ഇവിടെ കക്കകളുടെ ഷെല്ലുകളുടെ ഉണ്ട്, ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ. ഇതാണ് നമ്മുടെ മോഹൻലാൽ പറഞ്ഞത്, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തും. ഏയ് കുഴപ്പമില്ല, മരത്തിന് ബലല്ലേ? ചെളികള. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. യെസ്, ആ ഫ്ലൈയിങ് ഫിഷാണ് പോണല്ലേ? ഫ്ലൈയിങ് വലിയൊരു മീൻ കിട്ടാ. ഞാൻ വീഴുമെന്ന് തോന്നുന്നു എനിക്ക്.
അങ്ങനെ നമ്മൾ എലിഫന്റ് ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുൾ വാട്ടർ ആക്ടിവിറ്റീസുകളാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ എലിഫന്റ് ബീച്ചിലെത്തി ഗൈസ്. ഇനി നന്നായിട്ട് വാഷ് ചെയ്യാം. തിരിച്ചു പോകുമ്പോൾ ഏതി കൂടെ പോകണം എന്നുള്ളത് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാലാപാനിയില് പ്രഭു മോഹൻലാലും വന്ന് അടിഞ്ഞ സ്ഥലം ഇതാണ്. അടിപൊളി. നമ്മളവിടെ നിന്ന് ടേർട്ടിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഴി ഉണ്ടോ എന്നൊന്നും അറിയില്ല, നോക്കണം. പഴം ഓറഞ്ചൊക്കെ പോകുന്നുണ്ട്, ബിസ്ക്കറ്റ് കേക്ക് അതൊക്കെ കഴിക്കുക. നല്ല വിശപ്പുണ്ട്. അതിനിടയിൽ ഒരു കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ ചെരുപ്പ് വള്ളിയൊന്നും പറ്റി അറിയത്തില്ല. ഒരാളവിടെ നീന്തി വരുന്നുണ്ട്, ഡൈവ് മാസ്റ്റർ ആൽവിൻ. അപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ ഏകദേശം ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നീന്തി തുടങ്ങിയിട്ട് ഇവിടെ വന്ന് കയറുന്നു. നമുക്ക് ബ്രേക്കിന് ശേഷം കാണാം. അവിടെ എലിഫന്റ് ബീച്ചിൽ നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ് ചെയ്യണതിൻ്റെ ഒക്കെ കാണാം. അടുത്ത ഡൈവിന് തയ്യാറായി നിൽക്കാണ്. സ്നോർക്ലിംഗ് ഇത് കൊണ്ടുപോ. ഇന്ന് റെസ്റ്റ് സർഫസ് ഇന്റർവെല്ലിലാണ് നമ്മൾ പോവുകയാണ്. പോയിട്ട് ബാക്കി വെള്ളത്തിന്റെ അടിയിലെ കാഴ്ചകൾ. All good.
ഡൈവൊക്കെ കഴിഞ്ഞു. ഞാൻ ഡൈവ് ചെയ്തില്ല, ഇവരെല്ലാവരും ഡൈവ് ചെയ്തു. സ്നോർക്കലിംഗ് ചെയ്തു, സ്നോർക്കലിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കാലാപത്ത് ബീച്ചിലേക്ക് നമ്മൾ ട്രെക്കിംഗ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ എലിഫന്റ് ബീച്ചിലേക്ക് ട്രെക്ക് ചെയ്ത് വന്നു. ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി ഞങ്ങളുടെ സാഹസികമായ ചെക്ക് പോയിന്റ്, ബാക്ക് ടു റോഡ്. നമ്മുടെ പേര് എഴുതിയെടുത്ത് സൈൻ ചെയ്തിട്ട് ഒപ്പിട്ടെടുത്ത് വൈറ്റാണ്. തിരിച്ചു വന്നപ്പോൾ it's best trekking actually. കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞു. Andaman people, it's beautiful, okay? They always help. What a beauty, yes. ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ട? സൂപ്പർ. കമ്പ് ഇങ്ങോട്ട് പോകുന്നില്ല, പിടിച്ചിട്ട് കമ്പ് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് കുളിക്കാനുള്ള പ്ലാനിലാണ്. ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്. അതെ അതെ, ഫുൾ സെറ്റായി. കാലൊക്കെ വാഷ് ചെയ്തു. നല്ല അരുവി ഉണ്ടായിരുന്നു. അപ്പോൾ എലിഫന്റ് ബീച്ചിൽ വരുന്നവർ അവിടെ വെള്ളമൊക്കെ ചെളിയിലൊക്കെ ചവിട്ടി വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കഴുകാൻ ഇവിടെ സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബീച്ച്, ഓഫ് കോഴ്സ് ബീച്ച് ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം പേടിക്കുക. ഡ്രസ്സൊക്കെ കൊണ്ടുവരിക, ചെരുപ്പൊക്കെ ഒരു കയ്യെ പിടിക്കുക, അങ്ങനെ നടക്കുക. മഴയുള്ള സമയത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. മഴയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് ഈസി, ജസ്റ്റ് 30 minutes walk, 1.7 kilometers ടു എലിഫന്റ് ബീച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.